അങ്ങനെ നവ്യയുടെ 7ാം മാസ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നവ്യയുടെ ഒപ്പം തന്നെ നയനിയെ നന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ദേവ്യാനിക്ക് ആദ്യം നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും നന്ദാവനത്തിലേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്താണ് അഭിയുടെ കാമുകി നവ്യയെ വിളിക്കുന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും അഭിയുടെ കാമുകി നവ്യയോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അഭിയുടെ കാമുകി നവ്യയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വിഷമം താങ്ങാനാകാതെ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ് നവ്യ. ആ വിശേഷങ്ങളുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ അനന്തപുരി വളരെ ആഘോഷപൂർവ്വം തന്നെ നടക്കുകയാണ് നവ്യയുടെ 7ാം മാസ ചടങ്ങുകൾ. അഭിയാണെങ്കിൽ മുല്ലപ്പൂ വാങ്ങാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടുമില്ല. ആ സമയത്ത് മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാം പറയുന്നുണ്ട്, ഇവന് കുറച്ച് നേരത്തെ പോയിക്കൂടായിരുന്നോ, ഇതുവരെ അവൻ എവിടെ പോയി കിടക്കുകയാണ്. അതേസമയം അനഘയുമായിട്ട് സംസാരിക്കുകയാണ് അഭി. അങ്ങനെ അനഘ അഭിയോട് പറയുകയാണ്, എനിക്ക് ഇനി കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല. ഇത്രയും കാലം കുഞ്ഞിൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിപ്പോൾ അവളുടെ അച്ഛനെ ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എനിക്കിനി നോക്കാൻ കഴിയില്ല. അത് നീ ഏറ്റെടുക്കണം. അത് കേട്ട് അഭി പറയുന്നുണ്ട്, നീ എന്താണ് ഈ പറയുന്നത്? ഇത്രയും കാലം നീ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കിയത്. ഇപ്പോൾ നിനക്ക് എന്താണ് പ്രശ്നം? അത് കേട്ട് അനഘ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ മോള് അനാഥയായി ജീവിക്കാൻ പാടില്ല. അവൾ അനന്തപുരിയിൽ തന്നെ വളരണം എന്നൊക്കെ പറയുകയാണ് അനഘ. അത് കേട്ട് അഭി പറയുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം. നിനക്ക് ജോലി വേണോ? ഞങ്ങളുടെ ജ്വല്ലറിയിൽ തന്നെ നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. പിന്നെ നിനക്ക് പണം വേണോ? അത് ഞാൻ എത്ര വേണമെങ്കിലും തരാം. പക്ഷേ ഇങ്ങനൊരു നാണക്കേട് എൻ്റെ തലയിൽ വെക്കല്ലേ. അത് കേട്ട് അനഘ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് നാണക്കേടായി തോന്നുന്നുണ്ടോ? നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിനക്കൊരു നാണക്കേടുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അനഘ. എനിക്ക് എല്ലാം അറിയാം അനഘേ, നീ ഒന്ന് അടങ്ങ്. നിന്റെ അടുത്ത് കെഞ്ചാൻ വേണ്ടി വന്നതല്ല ഞാൻ. എനിക്കൊരു പ്രത്യേക സാഹചര്യമാണിപ്പോൾ. അതെന്താണെന്ന് നീ അറിയണം. ഞാനൊരു മാരക രോഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതു നിമിഷവും എനിക്ക് മരണം സംഭവിക്കാം. അധിക കാലമൊന്നും ഞാൻ ഉണ്ടാവില്ല. അങ്ങനൊരു അവസ്ഥയിലാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ആരും ഇല്ലാതാകും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്, എൻ്റെ കുഞ്ഞിനെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. അത് കേട്ട് അഭി ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിൽ നീ പറയുന്നത്? നിനക്ക് എന്താണ് അസുഖം? എനിക്കൊരു മാരക രോഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്, ഏതു നിമിഷവും മരണം സംഭവിക്കാമെന്ന്. ആ ഒരു മരണവും കാത്താണ് ഞാൻ നടക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി കൈകളിൽ എത്തിക്കണമെന്നത് എൻ്റെ ആവശ്യമല്ലേ അഭി? അത് കേട്ട് അഭി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് അനഘയെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഈ സാഹചര്യത്തിൽ നീ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭി പോവുകയാണ്. അങ്ങനെ അഭി ആകപ്പാടെ ടെൻഷനായിട്ടാണ് അനന്തപുരിയിലേക്ക് എത്തുന്നത്. അങ്ങനെ അനന്തപുരിയിലാണെങ്കിൽ അഭിയെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അഭി നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? എത്ര സമയമായി നീ പോയിട്ട്? ഈ ചടങ്ങൊക്കെ ആരംഭിക്കാൻ പോവുകയാണെന്ന് നിനക്കറിയില്ലേ? കനകയും നന്ദും ഗോവിന്ദനും എല്ലാം വന്നത് നീ കണ്ടില്ലേ? നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നീ മുല്ലപ്പൂ വാങ്ങാനല്ലേ പോയത്? എന്നിട്ട് നിന്റെ കയ്യിൽ മുല്ലപ്പൂ കാണുന്നില്ലല്ലോ. അയ്യോ അത് ഞാൻ മറന്നുപോയി, മുല്ലപ്പൂ ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, മുല്ലപ്പൂ ഇല്ലെങ്കിൽ സാരമില്ല, ചടങ്ങ് ഭംഗിയായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മധുരപലഹാരങ്ങൾ 2 പേർക്കും കൊടുക്കുന്ന ചടങ്ങെല്ലാം അവിടെ നടക്കുകയാണ്. എന്നാൽ അനാമികയാണെങ്കിൽ ചടങ്ങിന് എത്തിയിട്ടുമില്ല, അവൾ വീട്ടിലാണ്. അങ്ങനെ അനാമിക അച്ഛനോടും അമ്മയോടും പറയുകയാണ്, ഞാൻ എന്തായാലും ചടങ്ങിന് പങ്കെടുക്കുന്നില്ല. ആ നന്ദു, അവൾ വരാൻ സാധ്യതയില്ലല്ലോ. അതേസമയം പിന്നീട് അനാമിക അറിയുന്നുണ്ട് നന്ദു ചടങ്ങിന് പങ്കെടുത്ത കാര്യം. ആ നന്ദു പങ്കെടുത്തിട്ടുണ്ട് ചടങ്ങിൽ. ആ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല, അതുപോലെ അവൾക്കും. അതുകൊണ്ട് അവൾ ചെല്ലും. നന്നായി ഞാൻ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. പോയിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായേനെ. എന്തായാലും ഇത് ഞാൻ വിട്ടുകൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അച്ഛാ, എങ്ങനെയെങ്കിലും നമുക്ക് ആ നന്ദുവിനെ ഇല്ലാതാക്കണം. അന്ന് അച്ഛൻ കൊട്ടേഷൻ കൊടുത്തിട്ട് കാര്യമൊന്നും നടന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ അച്ഛൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ആ നന്ദുവിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴേക്ക് വേണു പറയുന്നുണ്ട്, ശരിയാ മോളെ, നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും, ചെയ്യാതിരിക്കില്ല. കാരണം എൻ്റെ മോളാണ് എനിക്ക് വലുത്. ആ സമയം അനാമിക പറയുന്നുണ്ട്, എങ്ങനെയെങ്കിൽ ആ നന്ദുവിനെ അവളുടെ ചേച്ചിമാരെ ഒതുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ആ നന്ദു പ്രത്യേകിച്ച്, അവൾ ട്രെയിനിങ്ങിന് പോയി SI ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നവ്യ അനന്തപുരിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കനക. നവ്യയുടെ കൂടത്തിന് നയനയെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശിനോട്, ആദർശ് മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ച് ദിവസം നയനമോള് നന്ദാവനത്തിൽ വന്ന് നിൽക്കട്ടെ. നന്ദുമോളുടെ വലിയ ആഗ്രഹമാണ്
രണ്ട് ചേച്ചിമാരുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ. അതിനെന്താ അമ്മേ, കുറച്ച് ദിവസം ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആദർശ്. എന്നാൽ ഞാൻ പോകുന്നത് ദേവ്യാനിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. ദേവ്യാനി അവനെ കുറെ മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവ്യാനി നിന്റെ വാശി ഒന്ന് നിർത്തുന്നത് നല്ലതാണ്. മോൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അങ്ങനെ അവസാനം ദേവ്യാനി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നന്ദാവനത്തിലെത്തി അവിടെ നിൽക്കുകയാണ് നവ്യയും നയനയും. അതേസമയം ദേവ്യാനി ആണെങ്കിൽ ആകപ്പാടെ ടെൻഷനിലാണ്. അങ്ങനെ ദേവ്യാനി ഫോൺ വിളിക്കുന്നുണ്ട് നന്ദാവനത്തിലേക്ക്. അങ്ങനെ ദേവ്യാനി നയനയും വിളിക്കുമ്പോഴേക്കും എടുക്കുന്നത് കനകയാണ്. അങ്ങനെ കനക ചോദിക്കുന്നുണ്ട്, എന്താ ദേവ്യാനി വിളിച്ചത്? അല്ല, നയന എവിടെ? അവൾ 2 ദിവസമായല്ലോ ഇവിടെ നിന്ന് പോയിട്ട്. അവൾ അവിടെ തന്നെ നിൽക്കുകയാണോ, തിരിച്ചു വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെന്താ ദേവ്യാനി അങ്ങനെ പറയുന്നത്? എൻ്റെ മോള് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. അവളുടെ അമ്മായിമ്മയ്ക്ക് ഏതായാലും അവളെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ മോള് കുറച്ച് ദിവസം ഇവിടെ നിന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കനക. അതെങ്ങനെ പറ്റും കനകെ? അവളുടെ ഭർത്താവിനെ അവളെ കാണണ്ടേ എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ, അതിന് ആദർശ് മോൻ ഒരു കുഴപ്പവുമില്ല, അവൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് താമസിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കനക. ആ സമയം ദേവ്യാനി ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നന്ദാവനത്തിൽ പോകണം, എന്നിട്ട് നയനയെ കാണണം, നവ്യയ്ക്ക് പലഹാരമായിട്ട് പോകാം, അപ്പോൾ ആരും സംശയിക്കില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. നയനയെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ദേവ്യാനി ഊണും ഉറക്കവുമില്ലാതെ ആലോചിക്കുകയാണ്. അതേസമയം നയനയും നവ്യയും നന്ദും നന്ദാവനത്തിൽ വലിയ സന്തോഷത്തിലാണ്. ആ സമയത്താണ് നവ്യയ്ക്കൊരു ഫോൺ കോൾ വന്നത്. അങ്ങനെ നവ്യ ഫോൺ എടുത്ത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ പേര് അനഘ എന്നാണ്. ആരാ അനഘ? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിങ്ങൾ അബിയുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആരാ, മനസ്സിലായില്ല എന്ന് നവ്യ പറയുമ്പോൾ, എൻ്റെ പേര് അനഘ എന്നാണ്. ആരാണ് അനഘ? എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുകയാണ് നവ്യ. നിങ്ങൾ അബിയുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ അബിയുടെ ഭാര്യയാണ്. നിങ്ങൾ ഗർഭിണിയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഗർഭിണിയാണ്, 7 മാസമായി. എന്താ, നിങ്ങൾ ആരാ? അബിയുടെ ഫ്രണ്ടാണോ? അതെ, ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റില്ല, അതിലും അപ്പുറമായിരുന്നു. കുട്ടിക്ക് അബിയുടെ സ്വഭാവം ശരിക്കും അറിയോ എന്ന് എനിക്കറിയില്ല. എന്നെപ്പോലെ തന്നെ അബിയുടെ ചതിയിൽ വീണതാണ് കുട്ടിയെന്ന് എനിക്കറിയാം. അവന് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്, അതിലൊരാൾ മാത്രമാണ് ഞാൻ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. എന്നെ വിവാഹം കഴിക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഗർഭിണിയായി. ആ കാര്യം അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ആ കാര്യം എന്നോട് പറയണ്ട, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. അനഘ പറയുന്നത് കേട്ട് നവ്യ ആകെ ഞെട്ടിത്തെരിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പേര് അനഘയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. അബിയുടെ ചതിയിൽ വീണ ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണം. അബിയുടെ കുഞ്ഞ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയായിരിക്കും. അവൻ്റെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം. പക്ഷെ അത് കൂടുതൽ മനസ്സിലാക്കിയത് വിവാഹത്തിന് ശേഷമാണെന്ന് മാത്രം. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അങ്ങനെ നവ്യ കരയുന്നുണ്ട്. നിങ്ങൾ കരയാതിരിക്കൂ, എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം എന്നൊക്കെ അനഘ നവ്യെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നവ്യ നയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നയനെ, ഒന്ന് നിന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്താ ചേച്ചി പറ്റിയത്? എന്താണ് ചേച്ചി കരയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നവ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊരു കോള് വന്നിരുന്നു ഇപ്പോൾ. അനഘ എന്നൊരു പെൺകുട്ടിയാണ് വിളിച്ചത്. അബിയുടെ കുറച്ച് കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു. എന്നെ കാണണമെന്നാണ് അവർ പറഞ്ഞത്. കുട്ടിക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ചെയ്യുക? അബിയുടെ കാര്യമായതുകൊണ്ട് തന്നെ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. എന്നെപ്പോലെ ചതിയിൽപ്പെട്ടൊരു പെൺകുട്ടിയാണെങ്കിൽ എന്തായാലും പോയേ പറ്റൂ. ഇനി അത് കേൾക്കുമ്പോൾ നെട്ടിപ്പോവുകയാണ്. ചേച്ചി, ഇതൊക്കെ സത്യമായിരിക്കുമോ? നമുക്ക് എന്തായാലും ആ കുട്ടിയെ കണ്ട് സംസാരിക്കാം. അപ്പോൾ നവ്യ പറയുകയാണ്, നമുക്ക് എന്തായാലും പോകാം. എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക? അത് കേട്ട് ഞാനെ പറയുന്നുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും പറയാം, എന്തെങ്കിലും പറഞ്ഞ് പുറത്തു പോകാം എന്നൊക്കെ പറയുകയാണ്. ആ കുട്ടിയെ കണ്ട് സംസാരിക്കാം, കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാമല്ലോ. അങ്ങനെ നയനയും നവ്യയും കൂടി വീട്ടിൽ നിന്ന് പോവുകയാണ്. ആ സമയം കനക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2 പേരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഇത്ര അത്യാവശ്യം? അത് കേട്ട് ഞാനെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരാളെ കാണണം, അത്യാവശ്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അത് കേട്ട് കനക ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഇത്ര അത്യാവശ്യമായി കാണാൻ പോകുന്നത്? നവ്യമോളെയാണെങ്കിൽ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവന്നതാ. ഇനി ഇപ്പോൾ അങ്ങനെ കറങ്ങിയൊന്നും നടക്കണ്ട. അത് കേട്ട് ഞാനെ പറയുന്നുണ്ട്, സാരമില്ല അമ്മേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ വരാം. ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കാണാനാ, അത്യാവശ്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് 2 പേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അനഘയെ കാണുകയാണ് നവ്യ നയനയും. അനഘ ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അബി എന്നെ ചതിച്ചതാണ്. അബിയുടെ കുഞ്ഞാണ് എൻ്റെ കൂടെയുള്ളത്.
എൻ്റെ കുഞ്ഞിന് ആരുമില്ലാതാകും. കാരണം ഇന്ന് ഞാൻ മാരക രോഗത്തിന് അടിമയാണ്. അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഞാൻ ഇക്കാര്യം പറഞ്ഞ് ഒരിക്കലും വരില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ ജോലിയെടുത്ത് വളർത്തിയേനെ. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. അവന് വേണ്ടാത്ത കുഞ്ഞിനെ അവൻ്റെ അടുത്തേക്ക് വിടേണ്ട ഒരാവശ്യവുമില്ല. ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ടാത്ത അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞ് അനാഥയാകുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അവൾക്കൊരു അച്ഛനുണ്ടല്ലോ, അവളുടെ അച്ഛനാണ് അബി. നിങ്ങൾക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യാം. അനന്തപുരി നേരിട്ട് വരാതെ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് അബി എന്നെ തടഞ്ഞത് കൊണ്ടാണ്. ഞാൻ അവനോട് പല പ്രാവശ്യം കണ്ട് ഈ വിവരം പറയുകയും നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവൻ കുഞ്ഞിനെ കൊണ്ടുപോകാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ വിവരം അറിയിച്ചത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞ് അനാഥയാകരുത്. എൻ്റെ മോളെ നിങ്ങൾ കൈവിടരുത്. അപ്പോഴേക്കും നവ്യയും നയനി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നവ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അബിയെ കൊണ്ട് എനിക്ക് വിഷമമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴിതാ ഇതും. അതിക്കിടെ അനഘ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ. പക്ഷേ എൻ്റെ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നാളെ ഞാൻ ഇല്ലാതായാൽ എൻ്റെ കുഞ്ഞ് എവിടെ പോകും? ആരുമില്ലാത്തവളെ പോലെ ഈ കുഞ്ഞ് നടക്കണോ? അബിയുടെ കുഞ്ഞല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങളോടുള്ള അപേക്ഷയാണിത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാലിൽ വീഴുകയാണ് അനഘ. അതുകിടെ ഞാനും പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞ് അനാഥയാകില്ല. അബിയുടെ കുഞ്ഞാണിത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ കൂടി നിങ്ങളില്ലാതായാൽ നിങ്ങളുടെ കുഞ്ഞ് അനാഥയാകില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളെ ഏറ്റെടുക്കാം. അങ്ങനെ നവ്യയും നയനി ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നന്ദാവനത്തിൽ എത്തിയ ഉടനെ തന്നെ നവ്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം നയനയും പിറകെ പോകുന്നുണ്ട്. ആ മഹാപാപി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുഞ്ഞ് അനാഥയാകുമോ? അത് കേട്ട് നയന പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ആ കുഞ്ഞിനെ ഒരിക്കലും അനാഥയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കും. അനന്തപുരിയിൽ തന്നെ അവൾ വളരും എന്നൊക്കെ നയനയും പറയുന്നുണ്ട്.